ബിഗ് ബോസ് വീട് എങ്ങനെയുണ്ട്? ലാലേട്ടൻ ഇവരെയെല്ലാം കൈപിടിച്ച് ആ വീട്ടിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന ഒരു സീൻ നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം തന്നെയാണത്. 100 ദിവസം താമസിക്കാൻ പോകുന്ന വീട് കാണാൻ സീസൺ 8ന്റെ സെറ്റ് വരാൻ പോകുന്നത് ശരിക്കും പറഞ്ഞ ഒരു സീക്രട്ട് ആണ്. ഉള്ള സെറ്റുകളൊന്നും തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ സീസണുകളിലെയും സെറ്റ് വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള സെറ്റാണ്. ഒരു നിഗൂഢതയിലിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈ ലൊക്കേഷനും സെറ്റും ഒക്കെ വളരെ ക്യൂരിയസ് ആണ്. പുതിയ എന്തെങ്കിലും ഒരു റൂം വരുന്നുണ്ട്, നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൈൽസ് ആയിക്കോട്ടെ, മാർബിൾ ആയിക്കോട്ടെ, രാജസ്ഥാനിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ആ വീട് അവർ ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഡെമോക്രസിയാണ് ഇപ്രാവശ്യത്തെ തീം. ജയിലുണ്ടോ അതോ ജയിലില്ലേ? ബിഗ് ബോസ് മലയാളത്തിൻ്റെ എല്ലാ സീസണുകളിലും പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് സെറ്റ് എന്ന് പറയുന്നത്. ബിഗ് ബോസ് വീട് എങ്ങനെയുണ്ട്? ബിഗ് ബോസ് വീട് എല്ലാ പ്രാവശ്യവും മലയാളം സീസൺ 1 മുതൽ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ സീസൺ 7 വരെയുള്ള എല്ലാ സീസണുകളിലെയും സെറ്റ് വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള സെറ്റാണ്. എനിക്ക് തോന്നുന്നു പല ആളുകളും അതൊരു ഇൻസ്പിറേഷൻ ആക്കി എടുത്തിട്ടുണ്ട് അവരുടെ വീടുകൾ. കാരണം കമൻറ്റ് സെക്ഷനിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഇത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള വീടൊന്നും നമ്മൾ എവിടെയും കാണാറില്ല. അപ്പോൾ കണ്ടസ്റ്റൻസിന് തന്നെ അത്ഭുതമാണ്, അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ആണ് ഓരോ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസണുകളിലെ ഈ പറയുന്ന സെറ്റ് കാണാൻ, അല്ലെങ്കിൽ വീട് കാണാൻ, അവരുടെ സ്വന്തം 100 ദിവസം താമസിക്കാൻ പോകുന്ന വീട് കാണാൻ എല്ലാ കണ്ടസ്റ്റൻസും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ആ ഫ്ലോറിലേക്ക് കയറി പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മളും വളരെ എക്സൈറ്റഡ് ആണ് ഓരോ പ്രാവശ്യം സീസൺ വരുമ്പോൾ. ഇപ്രാവശ്യം എന്തായിരിക്കും, ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും കിച്ചൺ, ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും ബെഡ്റൂം, മിക്സഡ് ആയിരിക്കുമോ, സെപ്പറേറ്റഡ് ആയിരിക്കുമോ, ഹോൾ എങ്ങനെയായിരിക്കും, പുറത്ത് ഒരു ഔട്ട്ഡോർ എങ്ങനെയായിരിക്കും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. എല്ലാ നുക്ക് ആൻഡ് കോർണർ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് പ്രേക്ഷകരും കണ്ടസ്റ്റൻസും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരു സീക്രട്ടാണ്. ബാക്കിയെല്ലാം ബിഗ് ബോസ് മലയാളം എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഈ പറയുന്ന പോലെ ബിഗ് ബോസ് സീസണുകളിലെ സെറ്റുകളൊന്നും തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഓരോ പ്രാവശ്യവും അതിൻ്റെ സെറ്റും ആർട്ട് വർക്കും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ സെറ്റും ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഒരു നിഗൂഢതയിലിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ അറിഞ്ഞത് വെച്ചിട്ട് ഇപ്രാവശ്യം സെറ്റ് വരുന്നത് പൂനെയിലാണ്. എല്ലാ പ്രാവശ്യവും നമുക്ക് അറിയുന്ന പോലെ തന്നെ സെറ്റ് വരുന്നത് ചെന്നൈയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം സെറ്റൊക്കെ നമുക്ക് ചെന്നൈയിലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ അഗ്നിപരീക്ഷ നടക്കാൻ പോകുന്നത്, പ്രീ ഷോ അഗ്നിപരീക്ഷ നടക്കാൻ പോകുന്നത് കൊച്ചിയിലായിരിക്കും. നമ്മുടെ സ്വന്തം കൊച്ചിയിൽ തന്നെ നമുക്ക് അഗ്നിപരീക്ഷ സെറ്റ് നമുക്ക് സെറ്റായിട്ട് അവിടെ തന്നെയാണ് ഷോ നടക്കുക, പ്രീ ഷോ. പക്ഷേ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് സീസൺ 8 മലയാളം സീസൺ 8ന്റെ സെറ്റ് വരാൻ പോകുന്നത് പൂനെയിലാണ് എന്നൊരു റൂമർ എന്ന് പറയണോ എന്നറിയില്ല. പക്ഷെ ഒരു പ്രഡിക്ഷൻ പോലെ നമ്മളിങ്ങനെ കേട്ടു പൂനെയിലായിരിക്കാം എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തത് ചെന്നൈയിലായതുകൊണ്ട് തന്നെ മിക്ക പ്രാവശ്യം ചെന്നൈയിൽ തന്നെയാണ് നടക്കാറുള്ളത്. ചിലപ്പോൾ പൂനെയിലായിരിക്കാം, ആകാതെയും ഇരിക്കാം, ചിലപ്പോൾ മുംബൈയിലായിരിക്കും, നമുക്ക് ഒന്നും അറിയില്ല. ചിലപ്പോൾ കൊച്ചി തന്നെ ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട്. ഇതൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. എന്നാലും നമുക്ക് അറിയുന്ന ഇത് വെച്ചിട്ട് പൂനെ എന്നുള്ള ഒരു വേർഡ് നമ്മൾ കേട്ടു. ചിലപ്പോൾ പൂനെയിലായിരിക്കാം ഈ പറയുന്ന സെറ്റൊക്കെ ഇടാൻ പോകുന്നത്. അപ്പോൾ പൂനെയിലാണെങ്കിൽ എങ്ങനെയായിരിക്കാം അടുത്ത നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 8ന്റെ സെറ്റ് വരെ, ആ വീട് എങ്ങനെയായിരിക്കും, ലാലേട്ടൻ ഇവരെയെല്ലാം കൈപിടിച്ച് ആ വീട്ടിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന ഒരു സീൻ നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം തന്നെയാണത്. ലാലേട്ടൻ എങ്ങനെയാണ് ആ വീടിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും സീസണുകൾ നടക്കുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് ലാലേട്ടൻ എല്ലാ സ്ഥലത്തും പോയിട്ട് ആ വീടിൻ്റെ നുക്ക് ആൻഡ് കോർണർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീടുണ്ടായിരുന്ന സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ടൈൽസ് ആയിക്കോട്ടെ, മാർബിൾ ആയിക്കോട്ടെ, രാജസ്ഥാനിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ വീട് അവർ ബിൽഡ് ചെയ്തെടുക്കുന്നത് എന്ന് വരെ ലാലേട്ടൻ കഴിഞ്ഞ സീസണിൽ പറയുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രാജസ്ഥാനിൽ നിന്നാണെങ്കിൽ ഇപ്രാവശ്യം എവിടെ നിന്ന് വരെ സാധനങ്ങൾ കൊണ്ടുവരാം എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ടസ്റ്റൻസിനും കാണുന്നത് നമ്മൾ പ്രേക്ഷകരുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ ഓരോ പ്രാവശ്യം സീസൺ തുടങ്ങുന്ന സമയത്ത് ലാലേട്ടൻ അവരെ ബെഡ്റൂമിൽ പോയി എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ലാലേട്ടൻ എല്ലായിടത്തും ഇരുന്ന് ലാലേട്ടൻ്റെ ഒരു പ്രസൻസ് ആ വീട്ടിൻ്റെ എല്ലാ കോർണറിലും ഉണ്ടാവും. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ തന്നെ
പല ഐറ്റംസ് ഇവർക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചതായിട്ടും കഴിഞ്ഞ സീസൺ മുതൽ നമ്മൾ കാണാറുണ്ട്. കണ്ടസ്റ്റൻസ് പോയതിന് ശേഷമാണ് അത് പലവരും അറിയുന്നത് തന്നെ. ഓരോ പ്രാവശ്യവും വരുന്ന കൺഫെഷൻ റൂം വരെ വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്യുന്നത്. കൺഫെഷൻ റൂമിലേക്കുള്ള എൻട്രി പോലും വളരെ ലക്ഷറിയസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാറ്. ഓരോ പ്രാവശ്യവും ഈ സെറ്റ് അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഓരോ ഏരിയാസ് വളരെ വൈറലായിട്ട് എല്ലാ സീസണിലും ഉണ്ടായിരുന്നു. ഒരു സീസണിൽ തെങ്ങുംതോപ്പാണെങ്കിൽ വേറൊരു സീസണിൽ ഗാർഡൻ ഏരിയ ആയിരിക്കും. അങ്ങനെ ഓരോ സീസണിലും സെറ്റിൻ്റെ പല ഭാഗങ്ങൾ, വീടിൻ്റെ പല ഭാഗങ്ങൾ വളരെ വൈറലായിരുന്നു എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ പേര് എഴുതിയ ഏതെങ്കിലും ഒരു സോഫ സെറ്റിൻ്റെ അവിടെ ആയിരിക്കും, അങ്ങനെ പല ഊഞ്ഞാലായിരിക്കാം. അങ്ങനെ ഓരോ സീസണിലും ഇവർ ഓരോ വ്യത്യസ്ത തരം കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ലൊക്കേഷനും സെറ്റും ഒക്കെ വളരെ ക്യൂരിയസ് ആണ്. ഈ പറയുന്ന പോലെ കണ്ടസ്റ്റൻസ് എല്ലാം അവിടെ പോയി നമ്മുടെയും ഒരു വീടായി മാറുകയാണ് 100 ദിവസത്തേക്ക് ബിഗ് ബോസിന്റെ സെറ്റ് എന്നുള്ളതാണ്. കണ്ട് ബിഗ് ബോസ് സെറ്റിന്റെ എല്ലാ ഏരിയാസും എല്ലാ കോർണേഴ്സും നമുക്കും വളരെ പ്രിയപ്പെട്ടതായി മാറട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. നമ്മൾ ഇനി വരുന്ന എല്ലാ സീസണുകളിലുള്ള സെറ്റുകൾ കാണാൻ വളരെ എക്സൈറ്റഡ് ആണെങ്കിലും ഇപ്രാവശ്യം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൂടെയാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഡെമോക്രസി ആണ് ഇപ്രാവശ്യത്തെ തീം, ബിഗ് ബോസിൻ്റെ തീം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിരുന്നു പ്രൊമോയിൽ ലാലേട്ടൻ ജീപ്പൊക്കെ ഓടിച്ച് ഒരു വീട്ടിലേക്ക് പോകുന്നതും അവിടെ നിന്ന് ഇനി അതിനെന്തെങ്കിലും ക്ലൂ ഉണ്ടോ, ആ ഒരു വീട് പോലെ ആയിരിക്കും നമ്മുടെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സെറ്റ് വരെ നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അതൊരു ഒരു ക്ലൂ ഉണ്ടോ എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. കുറേ ലൈബ്രറീൻ്റെ ഇടയിൽ നിന്ന് ഒരു ബുക്ക് എടുക്കുന്നതും അപ്പോൾ അതൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് അവർ ഒരു പ്രൊമോ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊമോയിൽ ചിലപ്പോൾ ഒരു ക്ലൂ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. എന്തായാലും നമ്മളോട് പറഞ്ഞ ഒരു കാര്യം ഡെമോക്രാറ്റിക് ആയിരിക്കും, ഡെമോക്രസിയാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ തീം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ സെറ്റിലും നമുക്ക് ആ ഒരു എന്തെങ്കിലും ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയ കാര്യം, അതുപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ജയില്. ഇപ്രാവശ്യം ഡെമോക്രസി ആയതുകൊണ്ട് ഇനി ജയിൽ എങ്ങനെയായിരിക്കും, ജയിലുണ്ടോ അതോ ജയിലില്ല ഇപ്രാവശ്യം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. പുതിയ എന്തെങ്കിലും ഒരു റൂം വരുന്നുണ്ടോ, എല്ലാ പ്രാവശ്യവും അങ്ങനെ ഒരു എക്സൈറ്റിംഗ് റൂം ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം പുതിയ എക്സൈറ്റിംഗ് ആയിട്ട് ഒരു റൂം വരുന്നുണ്ടോ എന്ന് ഇതെല്ലാം നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണ്, കാരണം ഓരോ പ്രാവശ്യവും മലയാളം ബിഗ് ബോസ് സീസണുകൾ വരുമ്പോൾ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെന്നൈയിലല്ല ഇപ്രാവശ്യം പൂനെയിലാണ് എന്നിങ്ങനെ ഒരു ഇത് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതെ ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ പൂനെയിലാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലും ഒന്നുമല്ലാത്ത രീതിയിൽ ഇപ്രാവശ്യം ഒരു വെറൈറ്റി, ഇത്രയൊന്നും കാണാത്ത ഒരു ലക്ഷറിയസ് സെറ്റ് തന്നെ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യവും നമ്മളെ സെറ്റ് വളരെ ലക്ഷറിയസ് ആവട്ടെ എന്ന് ഞാനും വിചാരിക്കുന്നു. എക്സൈറ്റഡ് ആണ് എന്തായാലും ആ സെറ്റ് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും പ്രേക്ഷകരായ നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കാം ഈ പറയുന്ന സെറ്റ് വരുന്നത്, പൂനെയിലാണോ ചെന്നൈയിലാണോ ഇനി അഥവാ കൊച്ചിയിലാണോ എന്നൊക്കെ നിങ്ങൾക്കും ചിലപ്പോൾ ഒരു ഊഹം ഉണ്ടാവാം. ഇപ്രാവശ്യം നമ്മളെ മലയാളം ബിഗ് ബോസ് സീസൺ 8 സെറ്റിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തായിരിക്കും പുതിയതായിട്ട് ഒരു ഐറ്റം, ചിലപ്പോൾ പുതിയൊരു റൂം വരാൻ സാധ്യതയുണ്ട്. ജയിലുണ്ടോ, ജയിലില്ലേ, കിച്ചണിൽ എന്താണ് പുതിയ ഐറ്റംസ് വരാൻ സാധ്യതയുള്ളത്, ബെഡ്റൂം എങ്ങനെയായിരിക്കും, ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇത്രയും സീസൺ ഫോളോ ചെയ്ത ആൾക്കാരെന്നുള്ള രീതിയിൽ 7 സീസണുകൾ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും സീസൺ 8 പ്രഡിക്ഷൻ നിങ്ങൾക്കും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നിങ്ങൾക്കും കൂടെ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ പ്രഡിക്ഷൻസ് അറിയാൻ ഞങ്ങൾക്കും ആകാംക്ഷയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ അടുത്ത ഒരു സീസണിലേക്കുള്ള സെറ്റിൻ്റെ എന്നുള്ളത്.